ന്യൂസ് ഡെസ്ക് തുടരുകയാണ്. നടിയെ പീഡിപ്പിച്ച കേസിൽ ഇടവേള ബാബുവിനെ വീണ്ടും ചോദ്യം ചെയ്യുകയാണ്. പ്രത്യേക അന്വേഷണ സംഘമാണ് ചോദ്യം ചെയ്യുന്നത്. നേരത്തെ ഇടവേള ബാബുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. നവമി ദിനേശ് ചേരുന്നു. നവമി, ഇടവേള ബാബുവിനെ നേരത്തെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചതാണ്. ഈ കേസിന്റെ സാങ്കേതിക നടപടിക്രമങ്ങളാണോ ഇനി അവശേഷിക്കുന്നത്? വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് കൂടുതൽ കുരുക്കു മുറുകുന്നു എന്നൊരു സൂചനയുണ്ടോ? സജിത്ത്, രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇടവേള ബാബുവിനെ ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഓഫീസിൽ, അതായത് തീരദേശ പോലീസ് ആസ്ഥാനത്ത് ജി പൂങ്കുഴലിയാണ് വീണ്ടും ചോദ്യം ചെയ്യുന്നത്. അദ്ദേഹം അഭിഭാഷകരുമായാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ചില രേഖകൾ കൈമാറുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം എത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് അദ്ദേഹം ഇപ്പോൾ ഓഫീസിലേക്ക് വരുന്നത്. ആദ്യ തവണ ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യപരിശോധനയ്ക്ക് ശേഷം വിടുകയായിരുന്നു. കാരണം ഇടവേള ബാബുവിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകിയിരുന്നു. ആലുവ സ്വദേശിയായ നടി നൽകിയ പരാതിയിലാണ് ഇപ്പോൾ ഈ ഒരു ചോദ്യം ചെയ്യലടക്കം നടക്കുന്നത്. ഈ പരാതിയിൽ പറയുന്നത് ഓഗസ്റ്റ് 28 അതായത് അമ്മയിൽ, താരസംഘടനയായ അമ്മയിൽ അംഗത്വം നൽകാമെന്ന് വാഗ്ദാനം നൽകി ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി തന്നെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്നാണ് ഈ ആലുവ സ്വദേശിയായ നടി നൽകിയ പരാതിയിൽ. ഒപ്പം ജൂനിയർ ആർട്ടിസ്റ്റുകളോട് അപമര്യാദയായി പെരുമാറി. അങ്ങനെ 2 കേസുകളാണ് ഇടവേള ബാബുവിനെതിരെ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ 2 കേസുകളിലും വിശദമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതിനും ഒരു അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഇടവേള ബാബുവിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് അദ്ദേഹം വന്നത്. 10 മണിയോടുകൂടി തന്നെ ഇടവേള ബാബു ജി പൂങ്കുഴലിയുടെ ഓഫീസിന് മുന്നിൽ എത്തുകയും അഭിഭാഷകരുമായാണ് അദ്ദേഹം എത്തുകയും ചെയ്തത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം ഈ ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തേക്ക് വരുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതാണ് സാഹചര്യം.